ഇറാനും അമേരിക്കയിലെ യുദ്ധം ശരിക്കും പറയുകയാണ്. ഇപ്പം എന്താ അറിയുമോ, രണ്ടാം ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. എന്നേക്കുമായി നിർത്താനുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇറാൻ അതേപോലെ അമേരിക്ക, ഈ മൂന്ന് രാജ്യം മനസ്സിലാക്കണം. അമേരിക്ക ഇസ്രായേൽ ഇവരൊറ്റക്കെട്ടാണ്. ഇവർ തമ്മിലുള്ള ഒരു ചതി മനസ്സിലാക്കാൻ. കാരണം എന്താ അറിയോ, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് അമേരിക്കക്കാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയാണ്. ഇസ്രായേലിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷവും നമ്മൾ മനസ്സിലാക്കാൻ. എന്താ അറിയോ, ലബാനിലേക്ക് മിസൈൽ അയച്ചതും നമ്മൾ കണ്ടതും, തിരിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നല്ല ശക്തമായ ആക്രമണം നമ്മൾ കണ്ടു. ഇതേ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ യുദ്ധം അമേരിക്ക അങ്ങ് ഒഴിവാകുക. ഈ അമേരിക്ക എന്ന രാജ്യത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊന്നും ചിന്തിച്ചിട്ടില്ല കാര്യങ്ങളും. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 2 മണിക്കൂർ പോലും പിടിച്ചെടുക്കാൻ കഴിയില്ല. ട്രംപ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഇറാൻ്റെ ആയുധം എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ള ആയുധങ്ങളാണ് ഇറാൻ്റെ കയ്യിലുള്ളത്, കൈവശമുള്ളത്. കാരണം അറിയോ, ഇറാനെ സംബന്ധിച്ച് 2 ആയുധങ്ങൾ, ആണവായുധക്കാട്ടും വലിയ 2 ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഓർമോസ് കടൽ എന്ന് പറയുന്നത് ഇറാൻ്റെ തന്ത്രപ്രവാഹമായിട്ടുള്ളൊരു സംഭവം തന്നെ. അതടിച്ചാൽ എല്ലാം സ്തംഭിക്കും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതേപോലത്തെ ഒരു ആയുധങ്ങൾ അവരുടെ കയ്യിലുള്ള മിസൈലുകളാണ്, ഹൈപ്പർസോണിക് മിസൈലുകൾ. ആ മിസൈലുകൾ ഇറാനിന്ന് ഇസ്രായേലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം സ്വപ്നം കൂടും കാണാൻ കഴിയില്ല അവർക്ക്. ആ ഒരു പേടി ഇസ്രായേലിൽ എപ്പോഴും ഉണ്ട്. കാരണം അറിയോ, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. കാരണം അറിയാം, യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം നെഹന്യാഹു തൂങ്ങും. നെഹന്യാഹിനെ സംബന്ധിച്ചോളം ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. ട്രംപിനെ സംബന്ധിച്ചോളം ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചോളം, അമേരിക്കയെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ടും ട്രംപ് എന്ന ആ ഭരണാധികാരി നിലത്തേക്ക് വീഴേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായത്. മനസ്സിലാക്കേണ്ട കാരണം, ലോകം മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ലോകം ഇറാനെ അംഗീകരിക്കാൻ കാരണം എന്താ അറിയോ, 2 വലിയ ശക്തികൾ കൂടിയിട്ട് പോലും ഇറാൻ എന്ന രാജ്യത്തെ തൊടാൻ പോലും പറ്റിയിട്ടില്ല. അതൊരു അത്ഭുതം തന്നെയാണ് ലോകരാജ്യത്തിന് മുമ്പിൽ. കാരണം ചൈനയുടെയും റഷ്യയുടെയും സഹായങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ മനസ്സിലാക്കുക, ഇപ്പം കരാറ് നല്ല സത്യസന്ധമായിട്ടാണ് പോകുന്നത്. കാരണം ഇനി ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാൽ അത് പണി കിട്ടും. ഇനി അമേരിക്ക ഇസ്രായേൽ അടിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുന്ന രൂപത്തിലൊക്കെ ആ കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ യുദ്ധം അവസാനിക്കട്ടെ, യുദ്ധത്തിൽ ഒന്നും കിട്ടാനില്ല. കാരണം എന്താ പറയുക, യുദ്ധത്തിൽ ഇപ്പോൾ യുദ്ധം കൊണ്ടൊന്ന് കിട്ടി, അമേരിക്കയും ഇസ്രായേൽ തോറ്റ് അല്ലേ, നാണം കെട്ട്. അതല്ലാണ്ട് വേറെന്ത് കിട്ടി? മരണസംഖ്യ എന്ന് പറയുന്നത് ഇറാനിലും മരിച്ചിട്ടുണ്ട്, ഇസ്രായേലും മരിച്ചിട്ടുണ്ട്, അമേരിക്കയിലും മരിച്ചിട്ടുണ്ട്, ലബനാനും മരിച്ചിട്ടുണ്ട്. അല്ല, നിരപരാധികൾ കുറേ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നാൽ വീഡിയോ വെക്കപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.